ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ ചെറിയൊരു മറ്റൊരു വ്ളോഗ് ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എന്താ പറഞ്ഞാ കുട്ടപ്പായി, ഇന്ന് നമ്മളെങ്ങടെ പോണ്? എന്തിനാ പോണ്? എന്തിനാണ് ഡ്രസ്സ് എടുക്കണ്? എന്താ അതിന് കാര്യം ഉണ്ടായത്? എന്താ കാര്യം ഉണ്ടായത്? ഞങ്ങൾക്ക് ഇന്നലെ ചെറിയൊരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കേട്ടോ, തുണിക്കടയുടെ. അത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, ജിമ്മിലത്തെ ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ, ഒരു ചേച്ചിയുടെ. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി അവിടെയാണ് കട. അപ്പോൾ ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ. ഇനി ചേച്ചി മൽക്കോട്ടനൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു മൽക്കോട്ടൻ്റെ ചുരിദാർ അതിന് എത്ര രൂപയെന്നറിയോ? 1350 രൂപ. ഇന്ന് ഷർട്ട് തന്നെ 400 രൂപയുള്ളൂ. അവിടെ അപ്പോൾ ഒരുപാട് നാളായി ഒരു മൽക്കോട്ടൻ്റെ ചുരിദാർ മേടിക്കണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് തുണി എടുത്ത് അടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് അടിക്കാമല്ലോ. പക്ഷേ തുണി മേടിക്കാൻ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പോൾ കുട്ടപ്പായ്ക്ക് ഷർട്ട് നോക്കിയപ്പോൾ അവന് പാകമായിട്ടുള്ളതൊന്നുമില്ല, ബനിയന് നോക്കിയപ്പോൾ പറ്റില്ല. പേട്ടൻ പറഞ്ഞ നടക്ക് പറ്റിയൊരു ചുരിദാർ എടുത്തു. അങ്ങനെ ഒരു മൽക്കോട്ട എടുത്തു കേട്ടോ. ഞാനത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പം ഞാൻ ഇന്നൊരു പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്നും ഉണ്ടാക്കണ പോലെ അല്ല ഉണ്ടാക്കണം. അപ്പോൾ ഇക്ക് ലാഭമുണ്ട്. ഇന്ന് ഞാൻ പോവാണെങ്കിൽ ശരിയാക്കി തരണേട്ടാ. അപ്പോൾ സാധാരണ ഉണ്ടാക്കണ പോലെയല്ല ഉണ്ടാക്കണം, കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഹെയർ കെയർ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റില്ല. ഇന്നുമ്മൊക്കെ പട്ടാമ്പി പോയി വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, ഒറ്റ ഗ്ലാസ് മതി കേട്ടോ, ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കണേ. അടുപ്പത്ത് വെക്കട്ടെ. നമ്മുടെ പയറ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട്, ഇത് വേവണ സമയം കൊണ്ട് ഒരു സബോളയും കുറച്ച് വെളുത്തുള്ളി നന്നാക്കാം. ഞാനിതാ വെളുത്തുള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടപ്പായേ, അച്ചോടാ ഫോണിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേ. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഓണാക്കിയതാ. അത് പറയാം ആദ്യം. അമ്മേനെ എന്താ വീഡിയോയിൽ കാണിക്കാത്തതെന്നു 2 ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ കാണിക്കാത്ത, അമ്മ നേരെ വിളിച്ചപ്പോൾ പണിക്ക് പോകും. ഇന്നിപ്പോൾ പണിക്ക് പോയിട്ടില്ല, അന്ന് പണിയില്ല തോന്നുന്നു കുട്ടികൾക്ക്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. നല്ല മോരുകൂട്ടം വെച്ചിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് പയറുപ്പേരി, മോരുകൂട്ടാനും, പിന്നെ ഇന്നലത്തെ ഇന്നലെ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെച്ചത് ബാക്കിയുണ്ട്. എടാ ഒന്ന് തൊള്ളടാതിരിക്കടാ സജ്ജോ. അപ്പോൾ അത് ബാക്കിയുണ്ട്. അപ്പോൾ അതും നമുക്ക് കൂട്ടാം. പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാം, കുറച്ച് ഓംലേറ്റും ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊന്നും അവന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വ്ളോഗ് ഇടാതിരുന്നിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുക എന്നുള്ളൊരു തോന്നല്. എന്നും ഉണ്ടാക്കണം തന്നെയല്ലേ, അല്ലെങ്കിൽ ഇന്നുണ്ടാക്കിയത് നാളെ ഉണ്ടാക്കിയില്ലെങ്കിലും പിറ്റേ ദിവസം ആ ഒരു വിഭവം തന്നെ ഉണ്ടാക്കണം എന്നുള്ള തോന്നലുകൊണ്ടും പിന്നെ മൊത്തത്തിൽ ഇവിടെ ആരും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനിനി ഒറ്റയ്ക്കാണെങ്കിലും വീഡിയോസ് എടുത്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നോക്കട്ടെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഉഷാറായിട്ടൊന്ന് ഏട്ടൻ വരാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ 2 കുട്ടികൾക്ക് നല്ലോണം മൂക്കുന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് തുമ്മൽ. അത് ഈ കൊറോണ വാക്സിൻ എടുത്തതിന് ശേഷം തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഏട്ടന് പെട്ടെന്ന് വരാറുണ്ട്. ഇന്നലെ ഞങ്ങൾ ചെമ്മീൻ കഴിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. പിന്നെ നല്ലോണം വെയിൽ കൊണ്ടുവന്നേരം അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നും അറിയില്ല. കുട്ടികൾക്ക് തീരെ വയ്യ. അപ്പോൾ അതുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, കിടന്നിട്ടാണ് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ. അപ്പോൾ ഞാനത് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളി അരിയുമ്പോഴേ നാക്ക് പുറത്തിട്ടിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വെള്ളം വരില്ല എന്നുള്ളൊരു അഭിപ്രായം ഉള്ളൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ എനിക്കത് സക്സസ് ആവണ പോലെ തോന്നി. അപ്പോൾ ഇപ്പം ഞാൻ നാക്കൊന്നും പുറത്തേക്ക് ഇട്ടിട്ടില്ല, പക്ഷേ കണ്ണിരിക്കണമില്ല കേട്ടോ. അതിപ്പോൾ നിങ്ങളോട് സംസാരിക്കണോട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് വേഗം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉപ്പേരിക്ക് വെച്ചിട്ട് എന്തായാലും തലേത്തേക്കുള്ള സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകണുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ. അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ.
അപ്പം അത് കാണിച്ചു തന്നിട്ട് ഞാൻ എന്തായാലും കുട്ടപ്പായ്ക്ക് ഡ്രസ്സൊക്കെ ഇടുന്നതൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ കൂടെ കുടിക്കോ. നമ്മളെല്ലാവരും അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുക. എൻ്റെ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് കേട്ടോ. ഞാനിതാ ഉള്ളി അരിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം കാണാം. പിന്നെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു രൂപയ്ക്ക് എന്താ പറ്റിയത്, എന്താ ഇങ്ങനെ ക്ഷീണിച്ചതെന്ന്. ക്ഷീണിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നാറില്ല. പിന്നെ ഞാൻ റാഗിപ്പുട്ടാണല്ലോ കഴിക്കണത് രാവിലെയും വൈകിട്ടും. പക്ഷെ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് റാഗിപ്പുട്ട് ഉണക്കാൻ പറ്റാത്ത കാരണേ, റാഗിപ്പുട്ട് ഉണക്കാൻ പറ്റാത്ത കാരണം റാഗി ഉണക്കി കഴുകി ഉണക്കി പൊടിപ്പിക്കാൻ പറ്റാത്ത കാരണം രാവിലത്തെ കടിയൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത്. പിന്നെ ഞാൻ ചോറ് കുറച്ചു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനെ തോന്നാറില്ല തടി കുറഞ്ഞു എന്നുള്ള കാര്യം തോന്നാറില്ല. ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബദാം, പിന്നെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, എള്ള് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നോക്കട്ടെ. ഒക്കെ ഓരോ സ്പൂണും വീതം വേണ്ടുള്ളൂ. ഒന്നോളം ചവച്ചരച്ചിട്ട് വേണം കഴിക്കാൻ. മുടി വളർച്ചയ്ക്കും മുടിയുടെ ഹെൽത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സീഡുകളാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ ഏകദേശം ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞവർ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ഫുഡാണ് കേട്ടോ. അല്ലാത്തവരും കഴിക്കണേ. 30 വയസ്സ് കഴിഞ്ഞ് നിർബന്ധമായിട്ട് കഴിക്കുന്നതാണ് എള്ള്, റാഗി ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ. അപ്പോൾ ഞാനെന്തായാലും 30 കഴിഞ്ഞ കാരണം നമുക്കതൊക്കെ കഴിച്ചു തുടങ്ങണം. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഴിയെ കാണാം ഉപ്പേരി ഇതാ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അടുക്കളയിലെ പണികളും കഴിക്കും. എല്ലാം ഓരോ സ്പൂണ് വീതം വേണ്ടുള്ളൂ കേട്ടോ. പയറ് വെന്തെന്ന് നോക്കണം കേട്ടോ. നമ്മുടെ പയറ് വെന്തുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചു കളയാം. ഒരു 1/2 ഗ്ലാസ്സാണ് ഒഴിച്ച് വെച്ചാൽ പയറിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ച കാരണം പയർ പെട്ടെന്ന് വേവുകയും ചെയ്തു, വെള്ളത്തിരി കൂടുകയും ചെയ്തു. അപ്പോൾ 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഒഴിക്കുമ്പോൾ. ഞാനെപ്പോഴും 1 ഗ്ലാസ് ഒഴിച്ചിട്ട് ഇതേപോലെ വെള്ളം ഊറ്റിക്കളയാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കാറില്ല. വേറെ എന്തെങ്കിലും പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ നിൽക്കും, പാത്രം കഴുകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കരിഞ്ഞ് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് 1 ഗ്ലാസ് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഊറ്റിക്കളയാൻ മടിയുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി, ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഇപ്പോൾ പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതവിടെ മാറ്റി വയ്ക്കാം. വേസ്റ്റ് കൊണ്ട് കളയുമ്പോൾ അത് കൊണ്ടുപോയി കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഉപ്പേരി ചട്ടി. അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നല്ല വെളിച്ചെണ്ണ, നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വേഗം പണി കഴിയണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മറ്റേത് നമ്മളിത് വെന്തോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും വേണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വറുത്തിട്ടാൽ മതി. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ നിങ്ങൾ. അപ്പോൾ പയറുപ്പേരിയും നമ്മുടെ മോര് കൂട്ടാനും, നല്ല മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല മോര് കൂട്ടാനും, പിന്നെ ഒരു മുട്ടയും വറക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അങ്ങനെ പോട്ടെ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ ചിക്കനാണ് ഇപ്പോൾ കൂടുതലും മേടിക്കാറുള്ളത്. മീൻ മേടിക്കുമ്പോൾ ഏട്ടന് ഛർദ്ദിക്കാൻ വരിക കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ മീനിന് കൊതി പറ്റിയിട്ടാണോ ഒന്നും അറിയില്ല. ഉപ്പ് ഉദിക്കണം. ഇവിടെ അമ്മ ഉപ്പ് ഊതുന്ന ആൾ തന്നെയാണ്. ഒരു ദിവസം ഉപ്പ് ഉദിച്ച് നോക്കണം. അപ്പോൾ മീനാണ് എനിക്കും കൂടുതലിഷ്ടം. കുട്ടപ്പായ്ക്കാണെങ്കിലും കുമാറിനാണെങ്കിലും ഒക്കെ മീൻ തന്നെയാണ് കൂടുതലിഷ്ടം. പക്ഷെ മൂപ്പരാൾക്ക് ഇപ്പോൾ മീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 കറി ഉണ്ടാക്കണ്ടേ. പിന്നെ അവർ കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ നമുക്കെന്ത് സമാധാനം ഉണ്ടാവുക. എന്നാലും ഏട്ടൻ പറയുകയൊക്കെ ചെയ്യും കേട്ടോ, നിങ്ങൾ കുറച്ച് മീൻ മേടിച്ചിട്ട് കറി വെച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ. മീൻ കൂട്ടാൻ തോന്നിയിട്ട് വയ്യ. വല്യമ്മളോടെ പോയാലും ശാലിനീച്ചറോടെ പോയാലും നമുക്ക് മീനൊക്കെ നല്ലോണം കഴിക്കാൻ കിട്ടും. ഇപ്പം അങ്ങനെ പോവാറുമില്ല. അതും വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഒന്ന് ശാലിനീച്ചറോടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ചോറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി വേവിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടായിരുന്നല്ലോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ ദാ വിറകൊക്കെ ഒടിച്ച് വെച്ചിട്ട് വന്നിട്ട് വെള്ളം കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുട്ടപ്പായനായിട്ട് തല്ലൂടുന്നുണ്ട്. അപ്പോൾ അവർ എപ്പോഴും തല്ലൂടിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ എന്നാലോ അമ്മയ്ക്ക് ഉണ്ണീനെയും കാണാതിരിക്കാൻ പറ്റില്ല, ഉണ്ണിക്ക് അമ്മേനെയും കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ അതാ പയറൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പയറും അതേപോലെ തന്നെ ആ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് യോജിക്കണ വരെ നന്നായിട്ട് ചട്ടിയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നാലാണ് ആ പയറിലേക്ക് ആ ഒരു രുചി, ആ ഒരു മുളകിൻ്റെയും അതേപോലെ തന്നെ ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു മണവും രുചിയൊക്കെ ഒത്തു വരുള്ളൂ. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക വെച്ചാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ആവിയിലിങ്ങനെ ആ കറിവേപ്പില ആ പയറിൻ്റെ കൂടെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഞാനെപ്പോഴും ഉള്ളി മൂപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡിയായി. നമുക്കൊന്ന് രുചിച്ച് നോക്കിയാലോ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. എന്തായാലും സാധനം അടിപൊളിയാവും. ആ ഒരു മണവും ആ പയറുപ്പേരിയുടെ നിറവും കണ്ടാൽ തന്നെ അറിയാം സാധനം നല്ല ഉഷാറായിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെപ്പ് അമ്മ പറഞ്ഞത് എന്താണ് കേട്ടോ, ഇതിൽ വെറുതെ കടുകും പച്ചമുളകും ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ ചാനലിൽ. അങ്ങനെ ഉപ്പേരി ഞാൻ നല്ലോണം തീയിലൊന്നും ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചെറിയ പണിയും കൂടി കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി ഏകദേശം തീരുമാനമായിട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളും കൂടി കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ദാ മുട്ട വറക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മുട്ട എടുത്തു. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടൊന്ന് കുരുമുളകൊന്നും ഇടണില്ല കേട്ടോ. ഒന്ന് വെറുതെ വറക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും മോര് കൂട്ടാനും നമ്മുടെ മുട്ട വറുത്തതും പയറുപ്പേരിയും സ്രാവ് വറുത്തതും ഇരിക്കുന്നുണ്ട്. അന്ന് വറുത്തില്ലേ അതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ട് ഇന്ന് നല്ലൊരു പടപടയ്ക്കണം. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏട്ടനും കൂടിയിട്ട് റാഗിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇടയ്ക്ക് എത്തി നോക്കിയിട്ടില്ലെങ്കിൽ മൂപ്പരാൾ ആര് നമ്മുടെ പൂച്ചക്കുട്ടി ആ ശൈലി കിടന്നിട്ട് കുത്തിയും മറിയും കേട്ടോ. മൂപ്പരാൾക്ക് ചെറിയ ചെറിയ മണിത്തരികൾ പോലെ കാണുമ്പോൾ എന്താ തോന്നണതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വന്നിട്ട് കുറച്ച് നേരം നോക്കും. എന്നിട്ട് മൂപ്പരാൾ ഒറ്റ ഓട്ടാ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കിടന്ന് മറിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ ഉമ്മറത്ത് നല്ലോണം മാണിക്കായ ഒന്ന് വലുതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാനുള്ള പാകം ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കായ ഒന്നും കൂടി വലുതായിട്ട് അത് പൊട്ടിച്ചാൽ മതി പറഞ്ഞു അമ്മ. അപ്പോൾ അങ്ങനെ നിർത്തി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഞാനത് മുന്നേ പൊട്ടിച്ച് ഉപ്പേരി വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ് കേട്ടോ. അതെനിക്ക് വല്യമ്മ പറഞ്ഞത്. ആറങ്ങോട്ടൊരു വല്യമ്മ ഒരു ദിവസം അവിടെ ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതെങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെ ഞാനൊരു ദിവസം വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മുടെ റാഗി 5 കിലോനാണ്. 5 കിലോ കഴുകി ഉണക്കിയിട്ട് ഇതേപോലൊരു വലിയ തുണിയിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം കൂടി ഉണക്കണം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി പൊടിപ്പിക്കാം. എന്നിട്ട് റാഗിപ്പുട്ട് തന്നെ തീറ്റാം. ഒരുപാട് ദിവസം തിന്നുമ്പോൾ നമുക്ക് മടുപ്പൊക്കെ വരും. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് റൂട്ട് മാറ്റി പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. നല്ല കറിയൊക്കെ കാണുമ്പോൾ ആർക്കാ ചോറ് തിന്നാതിരിക്കാൻ തോന്നുക. പക്ഷെ രാത്രി മിക്കവാറും റാഗിപ്പുട്ടാണ് കഴിക്കുക. രാവിലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിലോ പൊട്ടിത്തെറിക്കണ വെയിലും. അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനമൊക്കെ അനുബന്ധിച്ചിട്ട് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പലം കാണാൻ നല്ല ചന്തമുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ 4 പൂറും വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മഴക്കാലമായപ്പോൾ തളിർത്ത് മുളച്ച് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കുട്ടി തൈകൾ നമ്മുടെ ചുമരിൻ്റെ അരികിൽ കറിവേപ്പിൻ്റെ മുളച്ച് വരാറുണ്ട്. അതൊന്നും നമ്മൾ ഇലയൊന്നും പൊട്ടിക്കാറില്ല. ഇതേപോലെ ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയിട്ട് വളർത്തിയുണ്ടാക്കണതാണ്. അങ്ങനെ അതാ 2 ചെറിയ പുഴുക്കൾ അതിൻ്റെ മുകളിലുണ്ട്. ഇത് ചിത്രശലഭങ്ങളായിട്ട് പോണതാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു പുഴുക്കളുടെ വളർച്ച അത് ചിത്രശലഭമായിട്ട് മാറുന്നത് വരെ വളരെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ കാണാറുള്ളത്. ഞാനും കുട്ടപ്പായി ആണെങ്കിലും ഓരോ ദിവസം പോയി നോക്കും. ഉറുമ്പൊന്നും കടിക്കണില്ലല്ലോ, ജന്തുക്കൾ കൊണ്ടുപോയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ എത്രത്തോളം സേഫ്റ്റി ആയിട്ട് അവറ്റേനെ സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം സേഫ്റ്റി ആയി സൂക്ഷിച്ചിട്ടാണ് ചിത്രശലഭങ്ങളായിട്ട് അവറ്റേനെ പറത്തി വിടാറുള്ളത് കേട്ടോ. അത് കാണുമ്പോഴും അത് അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. അങ്ങനെ ദാ നമ്മൾ അടുക്കളയിലേക്ക് ഒന്ന് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ട വറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓരോ മുട്ടയും കൂടി വറുത്ത് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇനി നമുക്ക് പാത്രങ്ങൾ കുറച്ച് കഴുകിയെടുക്കാണ്ട്. അതും കൂടി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഓരോ ദിവസത്തെ കലാപരിപാടികൾ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് തോനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെ ഏട്ടനും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ദാ മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ടുള്ള നല്ല മോരുകറിയാണ്. ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നുമില്ല. മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. മത്തങ്ങയും കുമ്പളങ്ങയും മാത്രം ഇട്ടിട്ട് മോരുകറി ഉണ്ടാക്കി നോക്ക്. നല്ല രുചിയാണ് ഉണ്ടാവുക. അപ്പോൾ പയറുപ്പേരിയും മുട്ട വറുത്തതും പിന്നെ ഒരു സ്രാവിൻ്റെ കഷ്ണവും പിന്നെ നമ്മുടെ മത്തങ്ങയും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള മോരുകറിയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊണ്. എന്തൊരു രുചിയാണെന്നറിയോ? വായിൽ വെള്ളം വരുന്നു ഇപ്പം തന്നെ ആ രുചിയുടെ ആ ഒരു ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് മുട്ട വറുത്തത് ഇതേപോലെ പ്ലെയിൻ ആയിട്ട് മുട്ട വറുത്തത്, അതേപോലെ തന്നെ പയറുപ്പേരി, പിന്നെ മത്തങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടുള്ള മോരുകറി, പിന്നെ ചെറിയൊരു കഷ്ണം സ്രാവ് വറുത്തത്. അത് നിങ്ങൾ വിട്ടു പോകരുതേ.
നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇന്നലെയല്ല മിനിഞ്ഞാന്നിട്ട വീഡിയോയിൽ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്താണോ വീട് തിരുവനന്തപുരത്തുകാരിയാണോ ചോദിച്ചിട്ട്. അപ്പോൾ തിരുവനന്തപുരത്തല്ല, എനിക്കിഷ്ടമാണ് അവിടെ വരാനും പത്മനാഭി സ്വാമി ക്ഷേത്രം തൊഴണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കട്ടെ, ഞങ്ങളെന്തായാലും വരും. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാനിവിടെ തൃശ്ശൂർ വടക്കാഞ്ചേരി തളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ. അമ്മ, അനിയൻ, ഏട്ടൻ, കുട്ടപ്പായി, ഞാൻ. അനിയൻ കല്യാണം ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. പിന്നെ നമ്മുടെ വീട് പണി എന്തായി ചോദിച്ചിട്ട് ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ഥലം പോലും മേടിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ വീട് പണിയും? അതൊക്കെ വഴി അതിൻ്റെ സമയമാകുമ്പോൾ നടന്നോളൂന്നേ. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ കെയർ ഒന്ന് കണ്ടാലോ. ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ വീഡിയോയിൽ ഒരു ഹെയർ കെയർ കാണിക്കാമെന്ന്. അപ്പോൾ കുറച്ച് ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും, അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയും കുറച്ച് തുളസിപ്പൂവും എടുത്തിട്ടുണ്ട്. തുളസി അധികം ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് 2.5 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ തലയിൽ തേക്കാൻ പാടുള്ളൂ കേട്ടോ. തലയിൽ തേക്കുന്നതിന് മുന്നേ നിങ്ങൾ മുടിയൊക്കെ വേറെടുത്ത് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നന്നായിട്ടൊന്ന് മുടിയിലും തലയുടെ കൂട്ടിലും തൊട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം തലയിൽ തേക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓണാക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പത വരണം, നന്നായിട്ട് പത പൊന്തി വരണം. ആ പത പൊന്തി വരണ സമയത്ത് നമുക്ക് 2 കരയാമ്പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടാവോ അതിൻ്റെ ഒരു നിറവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 കരയാമ്പൂവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. പിന്നെ നമ്മൾ പൊക്കി ഒഴിച്ച് നോക്കുമ്പോൾ നല്ല കട്ടിയിലാണ് വരണിച്ച, അതാണ്ടോ ഈ ഒരു രൂപത്തിലാണ് വരണിച്ച ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. താരം പോവാനും മുടി കൊഴിച്ചിലിനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനും നമ്മളതിനെ സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണിത്. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം. ആഴ്ചയിൽ 4 ദിവസം യൂസ് ചെയ്യാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് തലയിലെ എണ്ണയ്ക്ക് തുപ്പി മൂടിയിൽ കടകൾ കളഞ്ഞ് ഈ ഒരു സംഭവം അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം തലയിൽ യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.